ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടം 15ാമത്തെ ഞായറാഴ്ചയിൽ നാം ഇന്നായിരിക്കുമ്പോൾ തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ധ്യാനിക്കുക. നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ഫലം പുറപ്പെടുവിക്കാനുള്ളവരാണ് എന്നുള്ള വലിയ ചിന്തയാണ്. ഇന്നത്തെ 4 വായനകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 11ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുക: എൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വാക്ക് ഫലരഹിതമായി തിരികെ വരില്ല, അത് അതിൻ്റെ ഉദ്ദേശം നിറവേറ്റും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, കർത്താവിൻ്റെ അധരത്തിൽ നിന്നും പുറപ്പെടുന്ന വചനം ഫലരഹിതമായി തിരികെ വരികയില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷ ഭാഗമായ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 22ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുക: ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കിക്കളയുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. 2 വചനഭാഗങ്ങളും പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വിപരീതങ്ങളായിട്ട് തോന്നിയേക്കാം. ഒന്നാമത്തെ വചനത്തിൽ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവിൻ്റെ വചനം ഒരിക്കലും ഫലം ചൂടാതെ തിരികെ പോകുകയില്ല എന്നും. സുവിശേഷത്തിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവിൻ്റെ വചനം ഫലരഹിതമായി തീരുകയും ചെയ്യുമെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിന്മകൾ മാത്രം ആഴമേറിയതാണെന്നും ദൈവവചനത്തെ പോലും നമ്മിൽ പ്രവർത്തിക്കാൻ തടയാൻ ശക്തിയുള്ളതാണെന്നും വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 കാര്യങ്ങളാണ് ദൈവവചനത്തിന് നമ്മിൽ പ്രവർത്തിക്കാനായിട്ട് അവസരം നൽകാതെ അതിന് തടസ്സമായിട്ട് നിൽക്കുക. ഒന്നാമതായിട്ട് ലൗകിക വ്യഗ്രതയെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. വിശുദ്ധ തോമസ് അക്വീനാസും വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമും ഒക്കെ ഇതിനെ വ്യാഖ്യാനിക്കുക അനാവശ്യമായിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും ആകുലതകളുമാണെന്നാണ്. കാരണം പലപ്പോഴും ദൈവവചനത്തിൽ ആശ്രയിക്കാതെ ഭാവിയെപ്പറ്റി അമിതമായി ആകുലപ്പെട്ടുകൊണ്ട് നാം ജീവിതം നയിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിന് നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം കർത്താവിൻ്റെ വചനത്തിലൂടെ അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അതിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, നിനക്ക് ക്ഷേമത്തിന് വേണ്ടിയുള്ളതും നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്നതാണ് എന്നൊക്കെ. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വാസം അർപ്പിക്കാതെ, പ്രത്യാശ അർപ്പിക്കാതെ ഭാവിയെപ്പറ്റി നാം അമിതമായി ആകുലപ്പെടുമ്പോൾ അത് കർത്താവിൻ്റെ വചനത്തിന് നമ്മിൽ പ്രവർത്തിക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നു. 2ാമതായിട്ട് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക ധനത്തിൻ്റെ ആകർഷണത എന്നാണ്. ധനത്തിനോടുള്ള അമിതമായ ആസക്തി. ഇവിടെ ധനമെന്നുദ്ദേശിക്കുക നമ്മുടെ ഭൗതികമായ ധനത്തെ മാത്രമല്ല, പിന്നെയോ നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിനേക്കാൾ അധികമായി നാം എന്തിനൊക്കെ പ്രാധാന്യം നൽകിയിട്ടുണ്ടോ അതൊക്കെ ഒരു ധനമായി, ഒരു നിക്ഷേപമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവയൊരിക്കലും ദൈവവചനത്തിന് പ്രവർത്തിക്കാനായിട്ട് നമ്മിൽ അവസരം നൽകുകയില്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രഥമ സ്ഥാനം ക്രിസ്തുവിന് നൽകുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ട്രഷർ, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ ധനമെന്ന് പറയുന്നത് ക്രിസ്തുവായിരിക്കണം എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനത്തിന്, കർത്താവിൻ്റെ വചനത്തിന് നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കാതെ വരും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇന്നത്തെ 2ാമത്തെ വായനയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക, കർത്താവിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുക. അവൻ്റെ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ച് നാം ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിന് നമ്മിൽ ഫലം ചൂടുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ അനാവശ്യമായ ചിന്തകൾ, ആകുലതകൾ, ജീവിതത്തെ പറ്റിയുള്ള വ്യഗ്രതകൾ, നേട്ടങ്ങൾ നേടിയെടുക്കുവാനായിട്ടുള്ള നമ്മുടെ ജീവിത പാച്ചിലുകളിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നൽകുവാനായിട്ട് നമ്മൾ മറന്നു പോകാറുണ്ട്. കർത്താവിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം നൽകാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. ഇങ്ങനെ വചനത്തിന് പ്രാധാന്യം നൽകാതെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ കർത്താവിൻ്റെ വചനത്തിന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാനോ ആ വചനത്തിന് ഫലം നൽകുവാനോ സാധിക്കുകയില്ല. അത് നമ്മെ മറ്റ് തിന്മകളിലേക്ക് നയിക്കുകയും കർത്താവിൻ്റെ ആത്മാവിന് നമ്മിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കാതെ വരുന്ന അവസ്ഥയിലേക്ക് നാം വീണു പോവുകയും ചെയ്യുന്നു. അതിന് പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ഇന്ന് ദൈവവചനത്തെ ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിന് പ്രാധാന്യം നൽകുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം.
നമ്മളെ തന്നെ കർത്താവിൻ്റെ വചനത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമ്മിലേക്ക് കടന്നു വരികയും നമുക്ക് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതിനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.